ഇത് ഉരി ഉരി ഈ ഒട്ടയിലോടിയിട്ട് അടയും. പിന്നെ ഈ കലം പൊളിഞ്ഞെങ്കിൽ ഈ അടച്ചത് പോയില്ല. നിങ്ങൾക്ക് തോന്നും എന്ത് ഈ മണ്ണും കലം കൊണ്ട് നിൽക്കുന്നേന്ന് തോന്നും. മണ്ണും കലം കണ്ണായി പോയി. കഞ്ഞി വാങ്ങിയിട്ട് നിലത്ത് വെക്കുമ്പോ കല്ല് മുട്ടിയിട്ട് കണ്ണായി. പണ്ട് കാലത്തെല്ലാം കലം കൊണ്ട് പെണ്ണുങ്ങ വീട് തോറും വരും. കൊല്ലത്തേക്ക് രണ്ടു കൂട്ടം. ഒന്ന് മൂർന്നിട്ട് നെല്ലെല്ലാകുമ്പോ നെല്ല് കൊടുത്തിട്ട് ഞങ്ങളെല്ലാം കലം മണിക്കല്. ഒന്ന് കൊറ്റയെല്ലാകുമ്പോ കൊറ്റയെല്ലാം കൊടുത്തിട്ട് മണിക്കല്. ഇപ്പൊ പീടികക്ക് പോവാ മണിക്കാം. ഏത് സമയത്ത് പോയാലും പീടികയില് കലമുണ്ട്. പണ്ടത്തെ പോലെ പണ്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ കലം കണ്ണാന്നാണൊക്കെ അടച്ചിട്ട് തന്നെ പിന്നെയും കഞ്ഞിയും കറിയെല്ലാം വെക്കല്. ഇപ്പൊ ആരും അടക്കലുമില്ല. എന്നാലും ഞാൻ അടക്കലുണ്ട്. ഈ നാട്ടിൽ മുന്തിയത്തെ കാലം ഞാൻ അടച്ചിട്ട് തന്നെ കുറെ ദിവസം കഞ്ഞി വെച്ചത്. ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ കണ്ണായി പോയി. കണ്ണായ കലത്തില് വെള്ളം പോകുന്നുണ്ട്. ഇപ്പൊ അതാ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ വെള്ളം കൂട്ടിയത് ഞാൻ മരിക്കുന്നു. കല അടക്കം വേണത് കുപ്പിപ്പിഞ്ഞാണം പൊടിയാക്കണം. പിന്നെ ഒരു കഷ്ണം വെല്ലവും വേണം. കുപ്പിപ്പിഞ്ഞാണം പൊളിച്ചത് ഇത് അതിന്റെ കഷ്ണം. ഇത് അതിനെ പൊടിക്കുന്നതിന് ഇത് വെല്ലം നല്ലോണം പെരക്കണം. കുറച്ച് വെള്ളം ഇറ്റിക്കണം അതില്. കൊച്ചിട്ട് റെഡിയായി. ഇത് ഇനി ഞാൻ കലം ചൂടാക്കുന്നു. ഓൽക്കടിക്ക് തീ പറ്റിക്കുന്നു. ഈ കണ്ണായ ഭാഗത്ത് ഇതിനെ പാങ്ങിൽ പറ്റിക്കണം. ചണ്ടായാലൊന്നും ഒന്നുമില്ല. എന്നിട്ട് ചൂടാക്കിയാ മതി. ഇത് ഉരി ഉരി ഈ ഒട്ടയിലോടിയിട്ട് അടയും. പിന്നെ ഈ കലം പൊളിഞ്ഞെങ്കിൽ ഈ അടച്ചത് പോയില്ല. കലം എപ്പോഴും കൈമന്ന് വീഴുമ്പോ പൊളിയും. അടച്ചത് അതേപോലെ ഉണ്ടാവും. ഇത് ഉരിയിട്ട് പാങ്ങില് കണ്ണടഞ്ഞു. ഇനി ചൊരയൊന്നും ചെയ്യില്ല. ഇനി വാങ്ങി വെച്ചാ മതി. മതി. ഇത് അതിന്റെ ഉള്ളിൽ നല്ലോണം തിളക്കുന്നുണ്ട്. ഇത് തണിയുമ്പോ ഇതിൽ പച്ചാളം കൂട്ടണം. പച്ചാളം കൂട്ടിയിട്ട് ഇതിൽ നിറച്ചും കലത്തിൽ വെള്ളം കൂട്ടിയിട്ട് വെക്കണം. നാളേക്ക് ഇതിന്റെ പൊടിയെല്ലാം പറ്റ പോവും. മറ്റന്നാ കഞ്ഞി വെക്കാം. പൊടിയുടെ അംശമൊന്നും പിന്നെ ഉണ്ടായില്ല. കലത്തിന്റെ ഒട്ട അടച്ചു. പാങ്ങിലടഞ്ഞു. അത് എന്റെ അമ്മയെല്ലാം കല അടക്കുന്ന കണ്ടിട്ട് ഞാനും അടച്ചു. ഇപ്പൊ പാങ്ങിൽ ഇതാ അടഞ്ഞിട്ട് കണ്ടു. ഇനിയിപ്പോ വെള്ളം കൂട്ടുമ്പോ അറിയും. ഇതേപോലെ നിങ്ങളും കലമെല്ലാം കണ്ണായെങ്കിൽ ഇതുപോലെ അടക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.